എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 23 നവംബർ വെള്ളിയാഴ്ച. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഇന്നലെ അദാനി ഗ്രൂപ്പിനെതിരെ വന്ന ഒരു കൈക്കൂലി കേസ് പ്രധാനപ്പെട്ട രണ്ട് സ്റ്റോക്കുകളായ അദാനി എൻ്റർപ്രൈസിനെ, അദാനി പോർട്ടിനെയും മറ്റെല്ലാ സ്റ്റോക്കുകളെയും, അതായത് അദാനിയും ബന്ധപ്പെട്ട മറ്റെല്ലാ സ്റ്റോക്കുകളെ SEC അംബുജ ഉൾപ്പെടെ അദാനി ഗ്രീൻ, അദാനി പവർ എല്ലാത്തിനെയും താഴെ കൊണ്ടുവരുകയുണ്ടായി. അത് പക്ഷേ അവിടെ ജുഡീഷ്യലായിട്ടുള്ളൊരു കേസ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഫണ്ടമെൻ്റൽസിനെ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴത്തെ സൂചന പ്രകാരം നിഫ്റ്റി പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് കാണിക്കുന്നത്. ഒരു 100 പോയിൻറ്റോളം ഗ്യാപ്പ് അപ്പിനുള്ള സാധ്യത മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഇന്നലെ നിഫ്റ്റിയും BSE സെൻസെക്സും 5 മാസത്തെ ഏറ്റവും ലോയിലാണ് ട്രേഡ് ചെയ്തത്. നിഫ്റ്റി 168.6 പോയിൻറ്റ് ഡൗണായി 23,349ലും, സെൻസെക്സ് 422.5 പോയിൻറ്റ് ഡൗണായി 77,155.79ലുമാണ് ക്ലോസ് ചെയ്തത്. റഷ്യ ഉക്രൈൻ വാറിലുണ്ടായ ഒരു എസ്കലേഷൻ ഓയിൽ ഗോൾഡ് പ്രൈസസിനെ മുകളിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. ഗോൾഡ് പ്രൈസസ് 0.7% ഉയർന്ന് $2,668 പെർ ഔൺസും, ബ്രെന്റ് ക്രൂഡ് 0.8% ഉയർന്ന് $73 പെർ ബാരലുമായി മാറിയിട്ടുണ്ട്. സാധാരണ പോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സെല്ലിങ്ങിലായിരുന്നു. ഒരൽപ്പം കൂടിയിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ. അതായത് കഴിഞ്ഞ 2 ദിവസം സെല്ലിംഗ് കൂടുതലായിരുന്നു. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 5,320.6 കോടിക്ക് സെല്ല് ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 4,200 കോടിക്ക് ബൈ ചെയ്തു. അടുത്തതായി ന്യൂസിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ടാറ്റ പവർ ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കുമായിട്ട്. $4.2 ബില്യൺ MOU ആണ്. കീ ക്ലീൻ എനർജി പവർ പ്രൊജക്ട്സ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണിത്. അടുത്ത SJVN ആണ്. SJVN രാജസ്ഥാൻ എനർജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. 5 ഗിഗാവാട്ടിൻ്റെ പമ്പ്ഡ് സ്റ്റോറേജ് പ്രൊജക്റ്റും 2 ഗിഗാവാട്ടിൻ്റെ ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്റ്റും സ്റ്റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണിത്. അടുത്ത ആഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഈ അടുത്ത IPO കഴിഞ്ഞ കമ്പനിയാണ്. ഈ കമ്പനിക്ക് 1,274 കോടിയുടെ ഒരു സിവിൽ വർക്കിനുള്ള കൺസ്ട്രക്ഷൻ എഗ്രിമെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് പ്രൊജക്ട് ഡെവലപ്മെൻറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ നിന്നാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. അടുത്ത റെയ്മണ്ട് ആൻഡ് റെയ്മണ്ട് റിയാലിറ്റിയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഡീമർജ് ചെയ്യാനുള്ള NOC BSE നിന്നും NSE നിന്നും ലഭിച്ചിട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അവരുടെ ഷെയർ ഹോൾഡിംഗ് LTI മൈൻട്രിയിൽ 5% നിന്നും 7% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അടുത്ത വിപ്രോ ആണ്. വിപ്രോയുടെ ബോണസ് ഷെയർ ഹോൾഡേഴ്സിന് എലിജിബിലിറ്റി ഉള്ളത് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ 3-ാം തീയതിയാണ്, ഡിസംബർ 3-ാം തീയതിയാണ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ആണ്. ഹ്യുണ്ടായി 2 റിന്യൂവബിൾ എനർജി പ്ലാന്റ് തമിഴ്നാടുവിൽ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതായി ഇന്ന് ലിസ്റ്റ് ചെയ്യുന്ന കമ്പനിയാണ് സിങ്ക ലോജിസ്റ്റിക്സ്. ഇന്നലെ ലിസ്റ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അതല്ല, ഇന്നാണ് ലിസ്റ്റിംഗ് ദിവസം. സിങ്ക ലോജിസ്റ്റിക്സ് ഷെയർസ് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഹിറ്റ് ചെയ്യുന്നതാണ്. 1.86 ടൈംസാണ് ഫൈനൽ ഡേയിൽ സബ്സ്ക്രിപ്ഷൻ വന്നിരുന്നത്. പക്ഷേ നമുക്ക് ഇന്ന് വലിയ ലിസ്റ്റിംഗ് ഗെയിൻ പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല. അടുത്ത NTPC ഗ്രീൻ ആണ്. NTPC ഗ്രീൻ ഇന്ന് അവസാന ദിവസമാണ്. 2ാമത്തെ ദിവസം 0.93 ടൈംസ് മാത്രമേ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുള്ളൂ. അത് വളരെ വീക്കാണ്. ഇന്ന് ഓപ്പൺ ചെയ്യുന്ന IPO ആണ് എൻവിറോ ഇന്ത്യ എഞ്ചിനീയേഴ്സ്. ഈ കമ്പനിയുടെ ഷെയർ വെള്ളിയാഴ്ച, അതായത് ഇന്ന് മുതൽ ബിൽഡിങ്ങിനുണ്ട്. പ്രൈസ് ബാൻഡ് 140 to 148 പെർ ഷെയറാണ്. 650 കോടിയുടെ ഈ IPO 572.46 കോടി ഫ്രഷ് ഇഷ്യൂവും ബാക്കി ഓഫർ ഫോർ സെയിലുമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏകദേശം 25% ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉള്ള ഷെയറാണ്. മാർക്കറ്റിൽ നെഗറ്റീവായിട്ടും ഇത്തരം ഗ്രേ മാർക്കറ്റ് പ്രീമിയം ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഷെയർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ എക്സ്പെക്റ്റ് ചെയ്യാം. ഫണ്ടമെൻ്റൽസ് നോക്കാതെ അപ്ലൈ ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. എങ്കിലും ലിസ്റ്റിംഗ് ഗെയിൻ എന്തായാലും ലഭിക്കാൻ സാധ്യതയുണ്ട്. ഒരു 20% മുകളിൽ ലിസ്റ്റിംഗ് ഗെയിൻ ലഭിക്കാൻ ഈ ഷെയറിൽ സാധ്യതയുണ്ട്. അടുത്ത ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നോക്കുമ്പോൾ നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സ് 0.78% ഡൗണായി 23,350ലാണ്. പ്രീമിയം 0.95 പോയിൻറ്റ്സ് ആണ്. നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 2.29% ഡൗണാണ്. നിഫ്റ്റി ഓപ്ഷൻസ് 28 എക്സ്പയറി ഉള്ളതിൻ്റെ മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 24,000-ഉം മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 21,700-ലുമാണ്. അദാനി സ്റ്റോക്കുകളിൽ ഒരു പക്ഷേ ചെറിയ സെല്ലിംഗ് കൂടെ കാണാൻ സാധിച്ചേക്കാം. ഫണ്ടമെൻ്റലി ഒരു ഇഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് പാനിക്കാവേണ്ട കാര്യമില്ല. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.